ചെന്നൈക്കെതിരെ കളിക്കുമ്പോൾ മുംബൈക്ക് എപ്പോഴും ഭയമാണ്. കാരണം ഇത് എൽ ക്ലാസിക്കോ പോരാട്ടമാണ്. ചെന്നൈ മുംബൈയും ശത്രുക്കളെ പോലെയാണ് കളിക്കാറ്. കളി ആവേശകരമാകാറുമുണ്ട്. ഇന്ന് രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചുവെങ്കിലും മുംബൈ ടീമിനെ കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം മുംബൈ ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK ടീമിൽ ധോണി 3 സിക്സ് അടിച്ചു. പാണ്ഡ്യക്കെതിരെ ലാസ്റ്റ് ഓവറിൽ ധോണി നേടിയ ഹാട്രിക് സിക്സ് ആണ് ഇന്ന് CSK ടീമിനെ കളി ജയിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ രോഹിത് ശർമ്മ ഇന്ന് മുംബൈ ടീമിനെ ജയിപ്പിച്ചേനെ. ഇന്ന് കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ജയിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പണിയായത് ബാറ്റിംഗ് ആണ്. ആർക്കും തന്നെ ഫോമാകാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ മാത്രമാണ് ഒന്ന് കളിച്ചത്. രോഹിത് ഇന്ന് സെഞ്ചുറി അടിച്ചു. പക്ഷേ സൂര്യൻ ഞാനും ഇന്ന് ഫ്ലോപ്പായി. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, CSK ടീമിനെ 180 റൺസിൽ ഒതുക്കാമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷേ ലാസ്റ്റ് ഓവറിലാണ് ധോണി ഞങ്ങൾക്ക് പണി തന്നത്. എൻ്റെ ഓവറിൽ ധോണി 3 സിക്സ് അടിച്ചു. അതാണ് ചെന്നൈ ടീമിനെ 200 റൺസ് കടത്തിയത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. കളി തോറ്റതിൽ വിഷമമുണ്ടെന്നും വരുന്ന മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ഫാൻസ് വിഷമത്തിലാണ്. രോഹിത് സെഞ്ചുറി അടിച്ചിട്ടും കളി ജയിക്കാൻ സാധിച്ചില്ല. അതേസമയം തന്നെ CSK ഫാൻസ് ആവേശത്തിലാണ്. കാരണം മുംബൈക്കെതിരെയാണ് ചെന്നൈ ജയിച്ചിരിക്കുന്നത്. മുംബൈ എപ്പോഴും CSKയുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ജയിച്ചാൽ അത് CSK ഫാൻസിന് ആവേശമാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് ആണ്. 105 റൺസാണ് രോഹിത് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. മുംബൈ ടീമിൽ മറ്റാരെങ്കിലും ഫോമായെങ്കിൽ ഒരുപക്ഷേ ഇന്ന് മുംബൈ കളി ജയിച്ചേനെ. അപ്പോൾ ഇന്ന് മുംബൈ തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.